ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ ആനന്ദാണ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ അഞ്ചുരുളിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി പോകാൻ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. ഈ ജലാശയം മൊത്തം അല്ലെങ്കിൽ ഏകദേശം കുറേയെങ്കിലും കാണാൻ പറ്റുന്ന ഒരു വലിയൊരു മലമുകളിൽ, അതെ, കാൽവരി മൗണ്ടിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈനാവിനടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കാൽവരി മൗണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പ്രദേശം. ഈ അഞ്ചുരുളി ടണലിൽ നിർമ്മിച്ചിരിക്കുന്ന കല്യാണത്തണ്ട് മലയിൽ തന്നെയാണ് ഈ കാൽവരി മൗണ്ടും വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ സ്ഥലത്തിന് കല്യാണത്തണ്ട് വ്യൂ പോയിന്റ് എന്നുള്ളൊരു പേര് കൂടിയുണ്ട്. ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ കാൽവരി മൗണ്ട്. കാൽവരി മൗണ്ട് എന്നുള്ള പേര് വരാനുള്ള കാരണം തന്നെ അത് തന്നെയാണ്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട കാൽവരി മൗണ്ടിന് സമാനമായിട്ടാണ് ഈ പ്രദേശത്തിന് കാൽവരി മൗണ്ട് എന്നുള്ള പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴികളിലെല്ലാം കുരിശ് നാട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലാണ്. വലിയ വണ്ടികൾക്കൊന്നും കാൽവരി മൗണ്ടിലേക്ക് പ്രവേശനമല്ല കേട്ടോ. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഈ കുത്തനെയുള്ള കയറ്റവും വീതി കുറഞ്ഞ റോഡും ആയതുകൊണ്ടാണ്. അതുകൊണ്ട് വലിയ വണ്ടികൾ താഴെ പാർക്ക് ചെയ്ത് മുകളിലേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത് യാത്രക്കാർ. അല്ലാന്നുണ്ടെങ്കിൽ 4x4 ജീപ്പ് അല്ലെങ്കിൽ ഇതുപോലത്തെ കാറ്, ചെറിയ വണ്ടികൾക്ക് മാത്രമേ മുകളിലേക്ക് പ്രവേശനമുള്ളൂ. മുകളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയാണ് കേട്ടോ, അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ദൂരെയായിട്ട് കുറേ മലനിരകളും തേയിലത്തോട്ടവും അതിനിടയ്ക്ക് കുറച്ച് വീടുകളും ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളതേ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇടതുവശത്തായിട്ട് നമുക്ക് തേയിലത്തോട്ടം അടുത്ത് കാണാൻ പറ്റും. ബ്രിട്ടീഷിൻ്റെ കൊളോണിയൽ ഭരണകാലത്താണ് കേട്ടോ ഇവിടെ തേയിലയൊക്കെ നട്ടുപിടിച്ചത്. അതിനു മുമ്പേ ഇവിടെ കൊടുങ്കാടായിരുന്നു. കുറച്ച് ആദിവാസി സമൂഹം മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു പ്രദേശമാണ് ഇപ്പോൾ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് കേട്ടോ കാൽവരി മൗണ്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങളതേ അകത്തേക്ക് കയറി കാൽവരി മൗണ്ടിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ പാർക്കിംഗ്. അത് കുറച്ച് വിശാലമായിട്ടുള്ള പ്ലേസാണ്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഞങ്ങളതേ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ കിട്ടുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല രസമുള്ളൊരു വ്യൂ. അങ്ങനെ ഞങ്ങളതേ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ്. അതുപോലെ തന്നെ കാറ് പാർക്ക് ചെയ്തതിന് 25 രൂപ കൊടുത്തു. അങ്ങനെ ഞങ്ങളതേ മുന്നോട്ടേക്ക് നടക്കുകയാണ്. 2000 ആണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇവിടെ കാൽവരി മൗണ്ടിൽ ടൂറിസം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതിനു മുന്നേ ഇവിടെ ഒരു ലോക്കൽ പ്ലേസ് ആയിരുന്നു. അങ്ങനെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2700 അടി മുകളിലാണ് കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അതും നിർത്താതെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ കാറ്റ് വീശുന്നതിൻ്റെ ശബ്ദം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഗാർഡനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അതൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങിങ്ങായി കുറച്ച് ചെടികളെല്ലാം വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നത് മാത്രമാണ് നമ്മുടെ കണ്ണിലെ കാഴ്ച. അത് ഭാവിയിൽ നന്നായി സൂക്ഷിക്കുമെന്ന് നമുക്ക് കരുതാം, അല്ലേ? അങ്ങനെ നമ്മളിതേ കാൽവരി മൗണ്ടിൻ്റെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ദൂരെയായിട്ട് ഒരുപാട് സഞ്ചാരികളെ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ കാഴ്ചകളെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി നമുക്ക് വിശാലമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇത് ഈ കാണുന്നതാണ് കേട്ടോ അതിവിശാലമായ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ. ഏകദേശം 60 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്നതാണ് ഈ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ. നമുക്കതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കാണാൻ കഴിയുക. ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിച്ചാൽ മാത്രമാണ് ഇടുക്കി ഡാമിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ അത്രയും ദൂരം ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ. ഇത് അങ്ങ് ദൂരെയായിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാൻ കണ്ടോ. ഇവിടെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പ്ലേസാണ് കേട്ടോ. ഇവിടെ ട്രെക്കിങ്ങിനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. 1975 ഇടുക്കി ഡാം വന്നതോടുകൂടിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു തടാകം രൂപപ്പെട്ടത്. അതിനു മുന്നേ ഇത് വലിയൊരു കാടിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. ഇവിടെ ഏറെ നേരം ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനിമൽ സൈറ്റിങ്സിനെയൊക്കെ കാണാം കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് അതിൻ്റെ കരകളിലൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ കാണാം.
അങ്ങനെ ഞങ്ങളിത് കാൽവരി മൗണ്ടിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് കൊളുക്കുമലയ്ക്കാണ് കേട്ടോ. കൊളുക്കുമല ക്യാമ്പിങ്ങിലാണ് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ കൊളുക്കുമല ക്യാമ്പിംഗ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞൻ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ടു ബി ദ നെക്സ്റ്റ് ടൈം, ദിസ് ഈസ് ആനന്ദ് നായർ സൈനിങ് ഔട്ട് ഫ്രം സൺഡേ ട്രാവൽ വ്ലോഗ്സ്. ബൈ ബൈ.